എൻ്റെ അടുത്ത്. അങ്ങനെ ആ പണം കൊണ്ട് സിദ്ദീഖ് എന്നവർ തൻ്റെ പിന്നാരെ ഭാര്യക്ക് മധുരം മേടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ബൈത്തുൽ മാലിലെ ഉദ്യോഗസ്ഥരോട് പറയുന്നു, എനിക്കിനി ഇത്ര ശമ്പളം വേണ്ട, ഇതെനിക്ക് അധികമാണ്, അതുകൊണ്ട് അത് കുറച്ചു തരണം എന്നാവശ്യപ്പെടുന്ന സമ്പത്തിനോടുള്ള സമീപനം നോക്കൂ നിങ്ങൾ. എത്ര ഉദാഹരണം പറയാൻ സാധിക്കും? അപ്പം ഞാൻ പറയുന്നത് ഇതിനെല്ലാം കാരണം ഈ ഒന്നാമത്തതില്ല. ഇത് നേടിയെടുക്കാൻ നിങ്ങൾ എവിടെങ്കിലും പോയി നേടിയെടുക്കൂ പ്രിയപ്പെട്ടവരെ. നമുക്ക് അത്രേ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഈ നാട്ടിൽ ഈ തെരീക്കത്ത് പരന്നിട്ട് ഈ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ തെറി പറയാനോ കുറ്റം പറയാനോ ഒരു മുദ്രാവാക്യം വിളിച്ച് ഈ കുന്നപ്പള്ളിയിൽ ഒരു പ്രകമ്പനം, ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. പക്ഷെ ഇത് നേടിയെടുക്കാതിരുന്നാൽ നമ്മുടെ റൂഹ് പിരിയുന്ന സമയത്ത് നമ്മുടെ ആകെ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനം മാത്രമേ നമ്മളെടുത്തുള്ളൂ. അതിൻ്റെ ഗതി ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മരണം? ഇത് ചിന്തിക്കാൻ വേണ്ടി മാത്രം